എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തൊടുപുഴയിലെ ഒരു ഓട്ടോ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു വ്ലോഗർ സാമൂഹ്യ മാധ്യമം വഴി പ്രചരണം നടത്തിയത്. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. വെള്ളമടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളമടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. കേട്ടോ, വെള്ളമടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റിയാണ്. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. ഭയങ്കരം തന്നെ. എന്റെ അറിവില് തൊടുപുഴ ഒറ്റ സ്റ്റുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയില് പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. സ്റ്റുഡിയോ ഒരു വസ്ത്ര വിതരണ ശൃംഖലയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ്. ഞാൻ ട്രാൻസ്ഫർ സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവർ കൈ നീട്ട്. രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ കൈ നീട്ടിച്ച് വണ്ടിയെ കയറി. ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. അവർ പറഞ്ഞ ഹോട്ടലിന്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. ഈ സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ സ്റ്റുഡിയോ അറിയത്തില്ല. നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലാണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർ എടുത്ത് വായിക്ക് ചോദിച്ചു, ചേട്ടൻ കള്ള് കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞിട്ടില്ല. അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഓടണമല്ലേ വണ്ടി. അപ്പൊ ഇവര് വണ്ടിയെ കയറിയപ്പോ തന്നെ ഭയങ്കര സ്മെല്ലാ. കഞ്ചാവാണോ എന്നൊക്കെ അടിച്ചേക്കണം ദൈവത്തിന് മാത്രം അറിയാം. ഇനി ഞാൻ കള്ളും കൂടെ കുടിച്ചെന്നാണോ നിങ്ങൾ പറയണെന്ന്. അപ്പൊ അവരവിടെ ഇറങ്ങി ഒരുത്തിനും വേറെ ഒരുത്തിനും ഇങ്ങനെ കവചമായിട്ട് എന്നെ ഇങ്ങനെ നിന്നേച്ച് ആ വർത്താനം പറയണു. അവൾ അവിടെ ഇറങ്ങി നിന്ന് എന്റെ ഈ വീഡിയോ എടുക്കുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നെന്നും പറഞ്ഞു. എന്റെ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കണ പയ്യൻ പറഞ്ഞു. എന്നോട് അവൻ ചോദിച്ചു, ചേട്ടന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്നാ പറ്റിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവിച്ചാ. വേറെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തെറിയോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടിക്കൂലിയും മേടിച്ചിട്ടില്ല, വണ്ടി ഓടിയില്ല. അതിന് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിന്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പൊ എത്ര ദിവസമായെന്നറിയോ വണ്ടി ഓടിയിട്ട്. ആരും വിളിക്കണില്ല. കള്ളു കുടിച്ച് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും വിളിക്കണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്. എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനിപ്പിച്ച് അവളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ വണ്ടിയെ ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കണ. ഷുഗർ, കൊളസ്ട്രോള്, BP ഇതിനെല്ലാം മരുന്ന് കഴിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിച്ച വണ്ടിയത്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇതിൻ്റെ സ്ഥലം വരെ ഇല്ല. അതല്ല ഉദ്ദേശം. ഇവളും ഇവിടെ കൂടുതൽ ഒരു ആണും കൂടെ ഉണ്ടായിരുന്നേ. അവൾ ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ സ്റ്റേഷനിൽ വന്നപ്പോ അവള് പെണ്ണായി. വഴിമുട്ടി ജീവിതം അല്ലേ? ജീവിതം വഴിമുട്ടിന്നെ. ഞാനിപ്പോ തന്നെ നമ്മളെ എന്ത് കാരണത്തിനാ ഇവരിങ്ങനെ ദ്രോഹിച്ചെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞു, സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഓട്ടം കിട്ടണില്ല. എനിക്ക് അവളും മാപ്പ് പറയണമെന്ന് എനിക്കുള്ളൂ. കാരണം വേറെ അല്ല അതിനകത്ത് പ്രശ്നം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ടി വേറൊരാൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. അയ്യോ